വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ 3 താലൂക്കുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജലജീവൻ മിഷന്റെ സർവേ നടപടികൾ പൂർത്തിയായി. ഇൻവെസ്റ്റിഗേഷൻ ഹെഡ് സർവേയുടെ നേതൃത്വത്തിൽ 1.5 വർഷ സമയം എടുത്താണ് സർവേ പൂർത്തിയാക്കിയത്. 2018 അവസാനത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് സർവേ നടപടികൾക്ക് ശേഷം വാട്ടർ അതോറിറ്റി പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് ഡിസൈനിംഗ് വിഭാഗം സർക്കാരിന് സമർപ്പിച്ചിരുന്നു. ഉടുമ്പൻചോല, പീരുമേട്, ഇടുക്കി എന്നീ താലൂക്കുകളിലും കട്ടപ്പന നഗരസഭയിലുമാണ് ആദ്യഘട്ടം പദ്ധതി നടപ്പിലാക്കുന്നത്. ഉപ്പുതറ അയ്യപ്പൻകോവിലിന് ഇടയിലൂടെ ഒഴുകുന്ന പെരിയാറിന്റെ കുറുകെ ഒരു ക്രോസ് ബാർ നിർമ്മിച്ച് തടയണ നിർമ്മിച്ച് വെള്ളം എത്തിക്കുക എന്നുള്ള ആദ്യ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അഞ്ചുരുളി ടണലിൽ നിന്നും വെള്ളം എത്തിച്ച് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തിന്റെ മുഴുവൻ ആളുകൾക്കും ജലം ലഭ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. 795 കോടി രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത്. എന്നാൽ ജലസേചന വകുപ്പിന് അനാസ്ഥ പദ്ധതിയുടെ ചെലവ് 1200 കോടിയിലേക്ക് എത്താനിടയാക്കുമെന്നാണ് നിഗമനം. അഞ്ചുരുളിയിൽ നിന്നും പൊന്മുടി ഡാമിൽ നിന്നുമായി 3,82,000 വീടുകളിൽ വെള്ളം എത്തിച്ചു നൽകാനാണ് പദ്ധതി. കൂടാതെ നിർമ്മാണം പുരോഗമിക്കുന്ന മറ്റു ശുദ്ധജല വിതരണ പദ്ധതികളും ഇതിന്റെ ഭാഗമാക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി ഉപ്പുതറ കൊച്ചു കരിന്തരുവിയിൽ ചിന്നാർപുഴയ്ക്ക് സമീപം പുറമ്പോക്ക് ഭൂമി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. കലുങ്കുകളും പുഴയുടെയും റോഡിന്റെയും സംരക്ഷണ ഭിത്തിയും അടക്കമാണ് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് മൂടിയത്. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ 17-ാം വാർഡിലാണ് രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് മണ്ണിട്ട് പുഴയോരവും കലുങ്കും മൂടിയിരിക്കുന്നത്. ഈ ഭാഗത്ത് പുഴയുടെയും റോഡിന്റെയും പുറമ്പോക്ക് സ്ഥലം മാത്രമാണുള്ളത്. ഏലപ്പാറ പഞ്ചായത്തിന്റെ ഭാഗമായ കൊച്ചു കരിന്തരുവിയിൽ കെട്ടിടം നിർമ്മിക്കാനെടുത്ത മണ്ണാണ് ചിന്നാർപുഴയ്ക്ക് സമീപം നിക്ഷേപിച്ചതെന്നാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതിനോടകം 50-ലധികം ലോഡ് മണ്ണാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇത്രയും ലോഡ് മണ്ണ് ഇവിടെ ഇട്ടാല് താഴേക്ക് എന്റെ വാർഡിലെ ഉള്ള ആൾക്കാരുടെ വീടുകളിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിലറിയാം എന്തുമാത്രം മണ്ണും ചെളിയും എല്ലാം കൂടെ ആ വീടുകളിൽ കയറുന്നു. ഇന്ന് താമസിക്കാത്തൊരവസ്ഥയിലായിരിക്കാണ്. ഓരോരുത്തരും വാടകയ്ക്കും അമ്മ വീട്ടിലൊക്കെയാണ് പോയി താമസിക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ണ് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എടുത്ത് മാറ്റണമെന്നാണ് ആവശ്യം. മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന വെള്ളം റോഡിന് സമീപത്തെ കലുങ്കിനടിയിലൂടെയാണ് പുഴയിലേക്ക് പതിക്കുന്നത്. മുൻപ് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും കലുങ്കും പൂർണ്ണമായി മണ്ണിട്ട് മൂടിയ സ്ഥിതിയാണ്. നാട്ടുകാർ പലതവണ ഈ കാര്യം ജില്ലാ ഭരണകൂടത്തെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും വില്ലേജ് ഓഫീസറെയുമെല്ലാം ധരിപ്പിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കണമെന്നും ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഉപ്പുതറ. ഇടുക്കി നെടുങ്കണ്ടത്ത് ജൈവവളത്തിന്റെ വിതരണത്തിന്റെ മറവിൽ വൻ തട്ടിപ്പ്. ടെൻഡർ സ്വീകരിക്കാതെ തന്നെ കർഷകരിൽ നിന്നും ഗുണഭോക്തൃവിഹിതം പിരിച്ചെടുത്തു. അധികമായി ലഭിച്ച തുക അടുത്ത വർഷത്തേക്ക് നീക്കിവെക്കാതെ അഴിമതി നടത്തുകയാണെന്നാണ് കർഷകരുടെ ആരോപണം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ 2000 കർഷകർക്ക് ജൈവവളം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തത്. ഒരാൾക്ക് 2000 രൂപയുടെ വളം നൽകും. 30 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായും കണ്ടെത്താൻ തീരുമാനിച്ചു. എന്നാൽ പദ്ധതിക്ക് DPC അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഗുണഭോക്തൃ വിഹിതം പിരിക്കുകയായിരുന്നു. ഒരു കർഷകനിൽ നിന്ന് 500 രൂപ വീതമാണ് വാങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലെ ഓരോ കർഷകരിൽ നിന്നും 600 രൂപ വീതവും വാങ്ങി. 27 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ നടപടികൾ നടത്തിയതിനു ശേഷം ഈ 13 ലക്ഷം രൂപ ശരിക്കും അഴിമതി നടത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ചതാണെന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുള്ളത്. ഭരണകക്ഷിയിലെ തന്നെ മെമ്പർമാർ വിയോജനം എഴുതുക, വലിയ കോലാഹലങ്ങൾ പഞ്ചായത്തിൽ നടക്കുക, സൃഷ്ടിക്കുക, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാര് നിവൃത്തിയില്ലാതെ ഇവരോട് സഹകരിക്കുന്നു. കൃഷിവകുപ്പ് ജീവനക്കാരുടെ ഒത്താശയോടെയാണ് DPC അംഗീകാരത്തിനും ടെൻഡറിന് മുൻപേ പണപ്പിരിവ് നടത്തിയത്. പിന്നീട് ടെൻഡറിൽ ആവശ്യമായ വളം 27 ലക്ഷം രൂപയ്ക്ക് വിതരണം ചെയ്യുമെന്ന് വളം കമ്പനി അറിയിക്കുകയായിരുന്നു. പിരിച്ചെടുത്തതടക്കം അധികമായുള്ള 13 ലക്ഷം രൂപ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല. അധികം വന്ന തുകയ്ക്ക് ആനുപാതികമായി കർഷകർക്ക് കൂടുതൽ വളം നൽകുമെന്നാണ് ഭരണസമിതിയുടെ വാദം. 50 കിലോ കൂട്ടുപിണ്ണാക്കും 20 കിലോ കക്കയുമാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ അളവ് കൂട്ടി 73 കിലോ വളവും 25 കിലോ കക്കയും കൊടുത്താൽ പ്രശ്നം പരിഹരിക്കും. 500 ശകലം കൂടെ കൂടുതൽ പൈസ ആകത്തതേ ഉള്ളൂ. അങ്ങനെ അത് കർഷകർക്ക് പ്രയോജനപ്പെടും എന്ന രീതിയിലാണ് കമ്മിറ്റി തീരുമാനമെടുത്തത്. ടെൻഡർ പ്രകാരമുള്ള തുകയുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്തൃവിഹിതമായി 300 രൂപയിൽ താഴെ മാത്രമാണ് വാങ്ങേണ്ടത്. മാസങ്ങൾക്ക് മുൻപ് ഗുണഭോക്തൃവിഹിതം വാങ്ങിയിട്ടും വളം വിതരണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല.
ന്യൂസ് 18 നെടുങ്കണ്ടം. നിരവധി തവണ മോഷണം നടന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നഷ്ടമായൊരു കുടുംബമുണ്ട് കാസർഗോഡ്. ബേക്കൽ മുതിയാക്കറിലെ കെ സുനിൽകുമാറിന്റെ വീട്ടിലാണ് 10 വർഷത്തിനിടെ 8 മോഷണ പരമ്പരകൾ അരങ്ങേറിയത്. ദിവസങ്ങൾക്ക് മുൻപ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ആഡംബര കാർ കൂടി കളവ് പോയതോടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വീട്ടുകാർ. വീടിന് കുറ്റിയടിച്ചത് മുതൽ സുനിലിന്റെ മോശം സമയമാണ്. നിർമ്മാണത്തിനായി കൊണ്ടുവന്ന 10 ലോഡ് മണൽ മോഷണം പോയതോടെ പോലീസിനെ സമീപിച്ചു. പിന്നാലെ നിരവധി തവണ വീട്ടിൽ മോഷണം നടന്നു. നിർമ്മാണ തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകളും മര ഉരുപ്പടികളും സാനിറ്ററി വെയറുകളുമെല്ലാം കളവുപോയി. 2017 താമസം തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ 25 പവൻ സ്വർണവും $3000 വീട്ടിൽ നിന്ന് മോഷണം പോയപ്പോഴും ബേക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2017 നമ്മൾ ഇനാഗ്രേഷൻ നടക്കുന്നത്. ആ 2017 ഡിസംബറിൽ വീണ്ടും വലിയൊരു കളവ് നടക്കുന്നു. അത് വീട് കുത്തി തുറന്നവർ അകത്തുള്ള സ്വർണവും, പിന്നെ അന്ന് ഞാൻ ഇവിടെ വന്നതാണ്, അപ്പോൾ $3000 25 പവൻ സ്വർണവും അവർ കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പം 13 മാർച്ച് 2022 ഇപ്പോൾ വീണ്ടും കാറ് കൊണ്ടുപോയി. പിന്നെ വീടിനകത്തുള്ള ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അതിനുള്ള റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 13 രാത്രി 14 ലക്ഷം രൂപയുടെ ആഡംബര കാർ കൂടി നഷ്ടപ്പെട്ടതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി കുടുംബം. ഇതോടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സുനിൽ കോൺസുലേറ്റിലടക്കം പരാതി നൽകി നാട്ടിലെത്തി. നിരന്തരം മോഷണം നടന്നിട്ടും അന്വേഷണ പുരോഗതിയില്ലാത്തത് സുനിലിനെ നിരാശനാക്കുന്നുണ്ട്. പുറകുവശത്ത് ഗ്രിൽസും വാതിലും തകർത്ത് അകത്തുകയറിയ കള്ളൻ CCTV ഹാർഡ് ഡിസ്ക് അടക്കമെടുത്ത ശേഷമാണ് കാറുമായി കടന്നുകളഞ്ഞത്. വീടും പരിസരവും നന്നായി അറിയുന്ന ആരോ മോഷണങ്ങളുടെ പിറകിലുണ്ടെന്നാണ് സുനിൽ പറയുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വിദ്യാർത്ഥികൾക്ക് ടർഫിൽ പരിശീലനമൊരുക്കുകയാണ് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ. മൈതാനങ്ങളിൽ കളിച്ചു വളർന്ന വിദ്യാർത്ഥികൾക്ക് ടർഫിലെ കളി നവ്യാനുഭവമായി. വിദ്യാർത്ഥികളിലെ കായിക താൽപര്യം കണ്ടെത്തി പരിശീലനം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് ഫുട്ബോൾ ടൂർണമെന്റും പരിശീലനവും സംഘടിപ്പിച്ചത്. മൈതാനങ്ങൾക്ക് പകരം ടർഫിലായിരുന്നു മത്സരം. ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കുട്ടികളിൽ പാഠ്യേതര വിഷയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിലുള്ള ടൂർണമെന്റുകളിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നുണ്ട്. കേവലം നമുക്കൊരു 3-4 മാസം മാത്രമാണ് ഈ ഒരു അധ്യയന വർഷം ക്ലാസ് സാധ്യമായിട്ടുള്ളത്. അതിൻ്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി കുട്ടികളിൽ ഇത്തരം കഴിവുകൾ കണ്ടെത്തി അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും അവർക്ക് പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പട്ടാമ്പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നല്ല കായികപരമായ അല്ലെങ്കിൽ കലാപരമായ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ആ സ്കൂളിലുണ്ട്. അത്തരം കഴിവുകൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതൊരു ലക്ഷ്യം കൂടിയാണ് സ്കൂളിൻ്റെ. സ്കൂളിലെ കായിക അധ്യാപകർക്കൊപ്പം മറ്റധ്യാപകരും പ്രദേശത്തെ കായിക പ്രേമികളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനെത്തിയിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടക്കുന്നില്ലെന്ന് പരാതി. കോവിഡ് പരിശോധനയിൽ വരുത്തുന്ന കാലതാമസം ജനങ്ങളെ വലയ്ക്കുന്നുവെന്നാണ് പരാതി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ മറ്റു ചികിത്സ തേടിയെത്തുന്നവർക്ക് കോവിഡ് പരിശോധന അനിവാര്യമാണ്. പനിയും മറ്റസുഖങ്ങളുമായി എത്തുന്നവരെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കണമെങ്കിലും കോവിഡ് പരിശോധന നിർബന്ധമാണ്. കോവിഡ് പരിശോധനാ ഫലം കിട്ടിയതിനു ശേഷം മാത്രമാണ് രോഗികൾക്ക് മരുന്ന് പോലും നൽകുന്നത്. അരമണിക്കൂർ കൊണ്ട് പരിശോധനാ ഫലം ലഭിക്കുമെങ്കിലും പരിശോധനയ്ക്കായി സ്രവമെടുക്കാൻ ആളില്ല എന്ന കാരണത്താൽ രോഗികൾ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരുന്നുവെന്നാണ് പരാതി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സ്രവം സ്വീകരിക്കുന്നത്. 8 മണിക്ക് മുൻപ് തന്നെ ആളുകൾ എത്തുമെങ്കിലും സ്രവമെടുക്കാൻ തുടങ്ങുന്നത് 11 മണിക്ക് ശേഷമാണ്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ 9:30 ആയപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒരു പനിയായിട്ട് ഒരു രോഗിയെ കൊണ്ട് വന്നതാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കോവിഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം 11 മണി മുതലേ ടെസ്റ്റിംഗ് ഉള്ളൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 9 to 2 വരെയാണ്. ഇപ്പം ഈ 11 മണിയായിട്ട് ഇപ്പോഴാണ് 2 മിനിറ്റ് ആയുള്ളൂ അവിടെ ടെസ്റ്റ് തുടങ്ങിയിട്ട്. ഇനി അരമണിക്കൂർ കൂടെ കഴിയാതെ മരുന്ന് പോലും അവർ കൊടുക്കുകയാണ്. കാരണം ഞാൻ കോവിഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിഞ്ഞിട്ട് മരുന്ന് പോലും കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. കോവിഡ് OPയിലാണെങ്കിൽ ഒറ്റ ഡോക്ടർമാരും ആരുമില്ല, 2 നേഴ്സുമാർ മാത്രമാണ് കോവിഡ് OPയിലുള്ളത്. അപ്പം ഇത് കോവിഡ് OPയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4ാം തരംഗം ആഞ്ഞടിച്ച് മറ്റ് രാജ്യങ്ങളിലൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോൾ കേരളത്തിലോട്ട് എത്താനായിട്ട് വലിയ താമസമൊന്നുമില്ല. ആ ഒരു സാഹചര്യത്തിൽ കോവിഡ് OPയിൽ ഡോക്ടർമാരില്ലാതെ വരികയും രോഗികൾ ചികിത്സ കിട്ടാതെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കോവിഡ് OPയിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാത്തതും പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.
ന്യൂസ് 18 ഇടുക്കി. മതിയായ രേഖകളില്ലാതെ ലോറിയിൽ കൊണ്ടുപോയ ആനയെയും വാഹനവും കോതമംഗലം തലക്കോട് വെച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. നാട്ടാന പരിപാലന നിയമപ്രകാരം ആനയുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ആവശ്യമായ രേഖകളില്ലാതെ ആനയെ കയറ്റിവന്ന വാഹനം തലക്കോട് ചെക്ക് പോസ്റ്റിൽ നിർത്താതെ പോവുകയായിരുന്നു. തുടർന്ന് വനപാലകർ വാഹനം പിന്തുടർന്ന് വില്ലാഞ്ചിറയിൽ വെച്ച് തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. ആനയെ കയറ്റിവന്ന വാഹനത്തിന് വനം വകുപ്പിന്റെ പെർമിറ്റ് കാലാവധി കഴിഞ്ഞെന്നും ആനയെ ലോറിയിൽ കയറ്റി യാത്ര ചെയ്യിപ്പിക്കുന്നതിനുള്ള രേഖകളില്ലെന്നും കണ്ടെത്തി. ആനയ്ക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വാഹനവും ആനയെയും കസ്റ്റഡിയിലെടുത്തതായി തലക്കോട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അനിത്ത് പറഞ്ഞു. ആനയുടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനത്തിന്റെ വനം വകുപ്പ് അനുവദിച്ചിട്ടുള്ള പെർമിറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. ആനയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആനയെ പെരുമ്പാവൂരിൽ നിന്ന് കൊണ്ടുവന്നു പറയപ്പെടുന്നു. അപ്പോൾ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പെരുമ്പാവൂരിൽ നിന്ന് ആനയെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രേഖകൾ ഹാജരാക്കിയതിനോടൊപ്പം കാണുന്നില്ല. മതിയായ രേഖകളില്ലാത്തതിന്റെ നടപടിക്രമം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സ്വീകരിക്കും. നാട്ടാന പരിപാലന ചട്ടപ്രകാരമുള്ള നടപടിക്രമം സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം സ്വീകരിക്കും. പിടികൂടിയ വാഹനവും ആനയും പെരുമ്പാവൂർ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന് കൈമാറി. തുടർന്ന് നാട്ടാന പരിപാലന നിയമപ്രകാരം ആനയുടെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഭാരതരത്നം നേടിയവരുടെ പേരും വർഷവും പെൻസിലിൽ കൊത്തിയെടുത്ത് വിസ്മയം തീർക്കുകയാണ് മലപ്പുറം ഊർങ്ങാട്ടേരി സ്വദേശി ആദർശ്. 14 മണിക്കൂർ കൊണ്ട് തീർത്ത പെൻസിൽ മൈക്രോ ആർട്ട് ഇതിനകം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുണ്ട്. രാജ്യത്തെ 1954 ആദ്യ ഭാരത് രത്ന അവാർഡ് നേടിയ CR രാജഗോപാലാചാരി മുതൽ ഭൂപൻ ഹസാരിക വരെയുള്ള 48 ഭാരത് രത്ന അവാർഡ് ജേതാക്കളുടെ പേരും വർഷവുമാണ് ഈ കലാകാരൻ പെൻസിലിൽ കൊത്തിയെടുത്തത്. പതിനാല് മണിക്കൂറാണ് ഇത് പൂർത്തിയാക്കാൻ ചെലവഴിച്ചത്. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കലാസൃഷ്ടി രൂപപ്പെടുത്തിയത്. കോവിഡ് എത്തിയതോടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് കുടുംബത്തിന്റെ ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ആദർശ് പെൻസിൽ മൈക്രോ ആർട്ടിലേക്ക് തിരിഞ്ഞത്. സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുക. സർജിക്കൽ ബ്ലേഡ് നൈഫൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. ഒരു ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് കുറച്ച് ക്ഷമയും വേണം. ക്ഷമ നടക്കുള്ളൂ, ക്ഷമല്ലാതെ നടക്കില്ല. പെൻസിൽ മൈക്രോ ആർട്ട് ക്ലിക്കായതോടെ വിവാഹം, വിവാഹ വാർഷികം, പിറന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് സമ്മാനമായി പെൻസിലാർട്ട് നൽകാൻ നിരവധി പേരാണ് ആദർശിനെ സമീപിക്കുന്നത്. നിലവിൽ വീടിന്റെ ഡിസൈൻ ജോലിയാണ് ചെയ്യുന്നത്. അതിനു പുറമെ ഒഴിവ് വരുന്ന സമയമാണ് പെൻസിലാർട്ടിനു വേണ്ടി ചെലവഴിക്കുന്നത്. ന്യൂസ് 18 ഊർങ്ങാട്ടേരി. നാടിന്റെ ചരിത്രവും സംസ്കാരവും അടുത്തറിയാൻ നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കി സമഗ്ര ശിക്ഷ കേരളം. BRC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സർഗ കൈരളി പരിപാടിയിലൂടെ പ്രാദേശിക കലാരൂപങ്ങളുടെ പ്രചാരം കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന നാടൻ കലാരൂപങ്ങൾ, വാദ്യോപകരണങ്ങൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയവയെക്കുറിച്ച് കുട്ടികളിൽ അറിവുളവാക്കുന്നതിനായാണ് സർഗ കൈരളി പദ്ധതി നടപ്പിലാക്കുന്നത്. ക്ലാസ് റൂം പഠനത്തോടൊപ്പം കുട്ടികളുടെ താളബോധത്തെയും കലാവാസനയെയും പരിപോഷിപ്പിക്കുകയാണ് സമഗ്ര ശിക്ഷാ കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സർഗ കൈരളി എന്ന നൂതനാശയ പരിപാടിയുടെ ലക്ഷ്യം. നെടുങ്കണ്ടം BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മയൂരനൃത്തം, കരകനൃത്തം, പരുന്താട്ടം തുടങ്ങിയ നൃത്തരൂപങ്ങളുടെ ആവിഷ്കാരവും ചെണ്ട, കൊമ്പ്, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ അവതരണവും അരങ്ങേറി. ഓരോ കലാരൂപത്തെയും സംബന്ധിച്ച് വിദഗ്ധർ വിശദീകരിച്ചു. നെടുങ്കണ്ടം ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 നെടുങ്കണ്ടം. ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിയ മോതിരം പറ്റിച്ച പണിയിൽ പെടാപ്പാടിലായ കഥയാണ് പെരിന്തൽമണ്ണ സ്വദേശി സിദ്ധാർത്ഥിന് പറയാനുള്ളത്. ഭംഗിയുള്ള മോതിരം കയ്യിലിട്ട് നീരി വന്നതോടെ അഗ്നിരക്ഷാസേനയാണ് സിദ്ധാർത്ഥിന് രക്ഷകനായി എത്തിയത്. പൂരക്കാലമായതോടെ കച്ചവടവും തകൃതിയാണ്. ഉത്സവം കാണാനെത്തിയതാണ് സിദ്ധാർത്ഥ്. അവിടെ കണ്ട ഭംഗിയുള്ള ഒരു മോതിരം വാങ്ങി വിരലിൽ അണിയുകയും ചെയ്തു. പിറ്റേ ദിവസമായതോടെ മോതിരമിട്ട വിരൽ നീരു വന്ന് വീർത്തു. മോതിരം ഊരാനും പറ്റാതെയായി. ഇതോടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. സേന എത്തിയാണ് മോതിരം ഊരിമാറ്റിയത്. ഇന്നലെ ഇടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല, നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്ക് അത് വീങ്ങി വന്നു, രക്തം ഒന്നും ഓടാത്ത രീതിയിലായി. പിന്നെ അത് ഊരാൻ കിട്ടാണ്ട് ഞങ്ങളിത് അവിടെ പെരുന്തൽമണ്ണ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് സാറുമാരെ നേരെ ഊരിയിട്ടു. പ്രശ്നമൊന്നുമില്ല. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയും എരവിമംഗലം സ്വദേശിയുമായ സിദ്ധാർത്ഥിനാണ് ചൈനീസ് മോതിരം പണിപറ്റിച്ച കഥ പറയാനുള്ളത്. മകന് പറ്റിയ പറ്റ് ഇനി മറ്റുള്ളവർക്കും സംഭവിക്കരുതെന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛനും പറയാനുള്ളത്.
ഈ കുട്ടികളിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിയണതും വിരലമ്പിൽ ഇടാണ്ട് ശ്രദ്ധിക്കുക. വളരെ ഒരു ഡേഞ്ചറായൊരു ഇതാണ്. കൈൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വീങ്ങിയിട്ട് രക്തോട്ടം ഇല്ലാത്ത രീതിയിൽ കൈ അങ്ങോട്ട് തണുത്തായിരുന്നു. ഇത്തരം മോതിരങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും വിരലിൽ അണിയരുതെന്നാണ് അഗ്നിശമന സേനാ പ്രവർത്തകരും പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് ആ വിരലിൽ നിന്നും ആ കുടുങ്ങിയ മോതിരം അഴിച്ചു മാറ്റുന്നത്. ഒന്ന് നൂല് കൊണ്ടുള്ളൊരു മെത്തേഡാണ്, രണ്ടാമത് മോട്ടർ ഉപയോഗിച്ചിട്ട് മോതിരം കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ വേദനയൊക്കെ ഉണ്ടാവും. കാരണം വിരലൊക്കെ വീങ്ങി പഴുത്ത് മുറിവായ ഒരു അവസ്ഥയിലാണ് അത് ഫയർ സ്റ്റേഷനിലേക്ക് വരുന്നത്. ന്യൂസ് 18 തിരൂർ. വർഷങ്ങളായി മണ്ണടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്ന കുളം വേനൽക്കാലത്ത് നാടിന് പ്രയോജനകരമാക്കുകയാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പോരൂർ ഉറവൻകുടിയിലെ 1/2 ഏക്കറിലെ കാവുകുളമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത്. 4.5 മീറ്റർ ആഴത്തിലും 30 മീറ്റർ നീളത്തിലും 25 മീറ്റർ വീതിയിലുമാണ് കുളത്തിന്റെ നവീകരണം. 1 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കുളം യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവിധാനം നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കാർഷിക മേഖലയ്ക്കും ഉണർവേകും. 40 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിക്കുന്നത്. ജില്ലയിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും മാർച്ച് 31-നകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നും സ്ഥലത്ത് സന്ദർശനം നടത്തിയ ഗ്രാമവികസന വകുപ്പ് ജില്ലാ മേധാവി പ്രീതി മേനോൻ പറഞ്ഞു. മാർച്ച് 31 പൂർണ്ണ രൂപത്തിൽ ഇത് ഒരു നവീകരിച്ച കുളമായിട്ട് നാടിന് സമർപ്പിക്കാൻ പറ്റും. പല രീതിയിൽ മത്സ്യം വളർത്തലായിട്ടും കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിനായിട്ടും ഒക്കെ ഉപകരിക്കും. ഒരുപാട് സന്തോഷം. ബ്ലോക്ക് ഡിവിഷൻ അംഗം വി ശിവശങ്കരൻ മുൻകൈയെടുത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ പൊതുജനങ്ങൾക്ക് കുളിക്കാനുള്ള സൗകര്യവും ഒരുക്കും. ബ്ലോക്ക് പ്രസിഡന്റ് KC കുഞ്ഞുമുഹമ്മദ്, പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് N മുഹമ്മദ് ബഷീർ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ പെർഫോമൻസ് ഓഡിറ്റ് ദേവകി, ബ്ലോക്ക് വീഡിയോ വി ജയരാജൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 മലപ്പുറം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കാൽ മുറിച്ചുമാറ്റിയ റഹീമിന് വീടൊരുങ്ങി. കായംകുളം നഗരസഭ 5-ാം വാർഡിൽ റഹീമിന്റെ വീടാണ് വാസയോഗ്യമാക്കിയത്. നന്മ സന്നദ്ധ സംഘടനയാണ് റഹീമിന് സഹായവുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ മാസം ദേശീയപാതയിൽ കായംകുളം കരിയിലക്കുളങ്ങരയിലുണ്ടായ വാഹനാപകടത്തിലാണ് റഹീമിന് ഗുരുതരമായി പരിക്കേറ്റത്. തുടർന്ന് വലതുകാൽ മുറിച്ചുമാറ്റേണ്ടി വന്നു. നിലവിൽ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന റഹീമിന്റെ വീട് വാസയോഗ്യമായിരുന്നില്ല. റഹീമും ഭാര്യയും 2 പെൺകുട്ടികളും ഇവിടെയാണ് താമസിച്ചിരുന്നത്. കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് നന്മ കൂട്ടായ്മ സഹായവുമായി രംഗത്തെത്തിയത്. ഇതിന്റെ നിർമ്മാണ ചെലവിന് വേണ്ടിയുള്ള കൂലിച്ചെലവ് അത് നമ്മുടെ MSM പ്രദേശ് വഹിക്കുകയും അതിനുവേണ്ടി എല്ലാവരും ഒരു 10 ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും അവരുടെ സഹോദരങ്ങളും കുഞ്ഞുങ്ങളും അടക്കം അവൻ്റെ റഹീം അപകടത്തിൽപ്പെട്ട ആളിൻ്റെ മക്കളടക്കം ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുകയും ഏകദേശം ഒരു 10-16 ദിവസം കൊണ്ട് നമുക്കത് വേഗതയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അഭിമാനകരമായ നിമിഷമായി കാണുന്നത്. ഈ സംരംഭത്തിൽ പങ്കെടുത്ത ഒരുപാട് മനുഷ്യസ്നേഹികൾ നമ്മുടെ നാട്ടിലുണ്ട്. പേര് വെളിപ്പെടുത്താത്ത ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് നന്മ കൂട്ടായ്മ തികച്ചും അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം മേടിക്കാതെ മെറ്റീരിയൽ മാത്രം അവർ കൊണ്ട് സ്പോൺസർ ചെയ്യിച്ച് അവരെ കൊണ്ട് തന്നെ മെറ്റീരിയൽ എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. റഹീം ആശുപത്രിയിൽ നിന്നും മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ റഹീമിന്റെ വീട് വാസയോഗ്യമാക്കുകയായിരുന്നു. കായംകുളത്തെ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന കൂട്ടായ്മയാണ് നന്മ. കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെയാണ് വീട് വാസയോഗ്യമാക്കിയത്. അധ്വാനം സേവനമാക്കിയാണ് നിർമ്മാണമെന്നതും മാതൃകയായി. MSM ബ്രദേഴ്സിന്റെ പിന്തുണയും ഇവർക്ക് കരുത്തായി. നന്മയുടെ പ്രസിഡന്റ് അനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ താക്കോൽദാനം നിർവഹിച്ചു. ന്യൂസ് 18 കായംകുളം. കാർഷിക കേരളം. സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നിട്ടും പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ച് കുരുന്നുകൈകൾ. ഹരിപ്പാട് പല്ലന കുമാരനാശാൻ സ്മാരക UP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ ചെയ്ത പച്ചക്കറി കൃഷിയാണ് വിജയം കൊയ്തത്. പരിമിതമായ സാഹചര്യത്തിലാണ് ഹരിപ്പാട് പല്ലന കുമാരനാശാൻ സ്മാരക UP സ്കൂളിൽ പച്ചക്കറി കൃഷി തുടങ്ങിയത്. എന്നിട്ടും കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനം നേടാനായി. ഇതിൽ നിന്നും ആർജവം ഉൾക്കൊണ്ടാണ് ഇത്തവണത്തെ കൃഷി. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായിരുന്നില്ല. ഉപ്പുവെള്ളം കയറി മണ്ണിന്റെ ഫലപുഷ്ടി ഏറെക്കുറെ നഷ്ടപ്പെട്ടു. കാലാവസ്ഥ ഇടയ്ക്കിടെ മാറിമറിഞ്ഞു വന്നു. എങ്കിലും ഈ വിദ്യാലയമുറ്റം മുഴുവൻ പച്ചപ്പ് നിറയ്ക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും
ഒരേ മനസ്സോടെ നിന്നതിന്റെ ഫലമായി നേട്ടമുണ്ടാക്കാനായി. പയർ, പാവൽ, വെണ്ട, വഴുതന, തക്കാളി, പടവലം, ചീര, മരച്ചീനി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യാനാകുന്നുണ്ട്. സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റ് സന്ദീപിന്റെ മേൽനോട്ടത്തിലാണ് കൃഷി. സ്കൂളിലെ കൃഷിക്ക് പുറമെ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിലും ചെറിയ തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം മണ്ണിനെയും പ്രകൃതിയെയും അടുത്തറിയാനുള്ള അവസരമൊരുക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 ഹരിപ്പാട്. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.